ശ്രീ എം ജയചന്ദ്രൻ, CPM അനുകൂല നിരീക്ഷകൻ. ശ്രീ ജയചന്ദ്രൻ, ഇത്രമേൽ വലിയ ഒരു തോൽവി എന്തായാലും LDF പ്രതീക്ഷിച്ചിട്ടില്ല. നേരത്തെ ജിൻഡോ ചർച്ചയിൽ സൂചിപ്പിച്ചതുപോലെ MLA-മാർക്ക് അവരുടെ തട്ടകങ്ങൾ ഹോൾഡ് ചെയ്യാൻ കഴിയും. MLA-മാരുടെ ജനകീയത കൊണ്ട് 75-76 സീറ്റെങ്കിലും നേടി തുടർഭരണം നേടാൻ കഴിയും. ശക്തമായ ആന്റി ഇൻകംബൻസി എന്ന് പറയുന്നത് MLA-മാർക്ക് അതിജീവിക്കാൻ കഴിയുമെന്ന് വിചാരിച്ചിടത്തുനിന്ന് ഒരു സുനാമിക്ക് സമാനമായ വിധത്തിലുള്ള തകർച്ച എന്തുകൊണ്ട് ഇടതുപക്ഷം നേരിട്ടു എന്നാണ് താങ്കൾ വിലയിരുത്തുക? സമാനമല്ല, സുനാമി, പൊളിറ്റിക്കൽ സുനാമി തന്നെയായിരുന്നു അഭിലാഷ്. അത് തന്നെയാണ് ഞാൻ കാണുന്നത്. അത് എന്തുകൊണ്ടാണ് എന്നൊക്കെയുള്ളത് തങ്ങൾ വിലയിരുത്തുമെന്ന് CPM PBയുടെ കമ്മ്യൂണിക്കെ വന്നു. MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു, സ്വരാജിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നു. അതൊക്കെ അവർ നോക്കിക്കോട്ടെ. പ്രാഥമികമായി പക്ഷേ ഞാൻ കാണുന്ന മറ്റ് ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് ഒറ്റ കാര്യം ഒന്ന് ക്ലിയർ ചെയ്തോട്ടെ അഭിലാഷ്. പ്രിയപ്പെട്ട ചേക്കുട്ടി പറഞ്ഞ ഒരു കാര്യം, ഇപ്പോൾ ഈ അയ്യപ്പ സംഗമത്തിൽ വെള്ളാപ്പള്ളിയെ കയറ്റിക്കൊണ്ടുപോയി ബന്ധപ്പെട്ട് നേരത്തെ ഞാനത് ചില ചാനൽ ചർച്ചകൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും സെപ്റ്റംബർ 20-നാണല്ലോ ഈ സംഭവം നടക്കുന്നത്. ഞാൻ അവിടെ ഉണ്ട്. ആഗോള അയ്യപ്പ സംഗമത്തിന് പങ്കെടുക്കാൻ പോയ ഒരാളെന്നുള്ള നിലയിൽ ഞാൻ അവിടെ ഉണ്ട്. അപ്പോൾ ഈ സുരക്ഷാ കാരണങ്ങളാൽ മുഖ്യമന്ത്രിയുടെ വാഹനം മാത്രമേ ഗസ്റ്റ് ഹൗസിന് 500 മീറ്റർ അകലെയുള്ള വേദിയിലേക്ക് കടത്തി വിടുന്നുള്ളൂ. പമ്പയിലെ താങ്കൾ പോയിട്ടുണ്ടാവില്ല, ആ പാലം കഴിഞ്ഞ് അങ്ങോട്ടിറങ്ങുന്ന സ്ഥലത്താണ് വേദി. അപ്പോൾ മറ്റൊരു വാഹനങ്ങളും കടത്തി വിടുന്നില്ല. മുഖ്യമന്ത്രിയുടെ വാഹനം മാത്രമേ കടത്തി വിടുന്നുള്ളൂ. മുഖ്യമന്ത്രി തലേദിവസം തന്നെ അവിടെ വന്നതാണ്. അദ്ദേഹം രാവിലെ വാഹനത്തിലേക്ക് കയറാൻ വരുമ്പോഴാണ് പോർട്ടിക്കോയിൽ വെള്ളാപ്പള്ളി നടേശൻ നിൽക്കുന്നത്. അപ്പോൾ അങ്ങോട്ടല്ലേ എന്ന് ചോദിച്ചു. അതേന്ന് പറഞ്ഞു. എങ്ങനെയാണ് വരുന്നത്? ഇല്ല, ഞാൻ നടന്നങ്ങ് വന്നോളാം. എന്നാൽ കയറിക്കോളൂ, ഞാൻ അങ്ങോട്ടല്ലേ, വേറെ മറ്റു വാഹനങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞ് കയറ്റിക്കൊണ്ട് വന്ന ഒരു സംഭവത്തെയാണ് ഈ തരത്തിലേക്ക്. മുഖ്യമന്ത്രിയുടെ കാറിൽ വെള്ളാപ്പള്ളി നടേശൻ എന്ന സമുദായ നേതാവ് കയറി, അത് ഇത്ര വലിയ ആനക്കാര്യമാണോ എന്ന പ്രശ്നമല്ല അത്. വെള്ളാപ്പള്ളി നടേശൻ കഴിഞ്ഞ 1.5 വർഷമായി നിരന്തരമായി മുസ്ലിം വിരുദ്ധ പരാമർശങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുന്ന ഒരാളാണ്. ഏറ്റവും ഒടുവിൽ അദ്ദേഹം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ തന്നെ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു. അത് മുസ്ലിം ലീഗിനെ കുറിച്ചൊന്നുമല്ല കേട്ടോ. മലപ്പുറത്ത് ന്യൂനപക്ഷ സമൂഹമല്ലാത്ത ആളുകൾക്ക്, മലപ്പുറത്ത് മുസ്ലിങ്ങളല്ലാത്ത ആളുകൾക്ക് ജീവിക്കാൻ കഴിയില്ല എന്ന മട്ടിൽ എത്രയോ കാര്യങ്ങൾ നിരന്തരം എപ്പോ മൈക്ക് വെച്ചോ അപ്പോഴൊക്കെ അത് പറയുമ്പോ അതിനെ നിരാകരിക്കാനോ അതിനെ തള്ളിപ്പറയാനോ എപ്പോഴാണ് ഇടതുമുന്നണിയുടെ നേതാക്കൾ, മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ തയ്യാറായത്? എത്ര സ്വീകരണ യോഗങ്ങളിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ വെള്ളാപ്പള്ളി നടേശന്റെ ഓരോ ആഘോഷങ്ങൾ എന്ന പേരിലൊക്കെ എന്തോ ജൂബിലിയോ എന്നൊക്കെ പറഞ്ഞ് നടത്തി. എവിടെയെങ്കിലും ഇദ്ദേഹം പറയുന്ന നിലപാടുകൾ തെറ്റാണ്, ഇത് പൊതുസമൂഹത്തിന് സ്വീകാര്യമായിട്ടുള്ള കാര്യമല്ല, വർഗീയതയാണ് എന്ന നിലപാടെടുത്തില്ലല്ലോ. കേവലമായി കാറിൽ കയറ്റിയോ എന്നുള്ളത് വേറെ വിഷയം. അല്ല, ഞാൻ അത്തരം കാര്യങ്ങൾ നിലപാട് പറയാനല്ല. പ്രിയ സ്നേഹിതൻ ചക്കുട്ടി അങ്ങനെ പറഞ്ഞതുകൊണ്ട് എനിക്കറിയാവുന്നൊരു വസ്തുത പറയാൻ ഈ സന്ദർഭം വിനിയോഗിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ താങ്കൾ ചോദിച്ച വിഷയത്തിലേക്ക് അതൊരു വലിയ വിഷയമാണെങ്കിലും ഈ പുതിയ ഭരണത്തിൽ ഒരു പ്രതീക്ഷയുള്ളൂ, അല്ലെങ്കിൽ ഒരു പ്രത്യാശ മാത്രം വെക്കുന്നു. നേരത്തെ തന്നെ 2019-ലും 2025-ലും യഥാക്രമം KN ഖാദർ അന്നത്തെ MLA-യും 2027 കുറുക്കോളി മൊയ്തീൻ MLA-യും രണ്ടുപേരും 2 പ്രമേയം അവതരിപ്പിച്ചിരുന്നു നിയമസഭയിൽ. നിയമസഭ അത് തള്ളിക്കളഞ്ഞെങ്കിലും മലപ്പുറം ജില്ലയെ 2 ആക്കണമെന്നുള്ളതായിരുന്നു പ്രമേയം. അത്തരം ഒരു നീക്കത്തിലേക്ക് അന്ന് 2 ഘട്ടത്തിലും സർക്കാർ പറഞ്ഞത് അങ്ങനെ അത് ഉദ്ദേശിക്കുന്നില്ല. അത്തരത്തിൽ പ്രശ്നങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ തദ്ദേശഭരണ സ്ഥാപനങ്ങൾ ശക്തിപ്പെടുത്തുകയാണ് സർക്കാരിൻ്റെ നയം എന്നാണ് 2 ഘട്ടത്തിലും പറഞ്ഞത്. ആ ഒരു തരത്തിലേക്ക് പോകാതിരിക്കട്ടെ, മറ്റു കാര്യങ്ങൾ ഞാൻ പിന്നീട് പറഞ്ഞോളാം. ഇനി ഞാൻ പറയാൻ ശ്രമിച്ച വിഷയത്തിലേക്ക് വന്നാൽ 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞല്ലോ. അത് കഴിഞ്ഞ തദ്ദേശഭരണ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ ഡിസംബർ 13-നാണ് റിസൾട്ട് വന്നത്. അതിനുശേഷം ആ മാസം ഒടുവിൽ CPM സംസ്ഥാന നേതൃയോഗം ചേർന്ന് കാര്യങ്ങൾ വിലയിരുത്തുകയും ആ വിലയിരുത്തുന്ന അടിസ്ഥാനത്തിൽ ഉണ്ടായ ഒരു തീരുമാനം എന്നുള്ള നിലയ്ക്ക് ജനുവരിയിൽ തീരുമാനമായിട്ട് പുറത്തിറങ്ങിയ വസ്തുത എന്ന് പറയുന്നത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ പരാജയമാണ് വിലയിരുത്തിയത്. എന്നിട്ട് പറയുന്നു, ആ തീരുമാനത്തിൽ പറയുന്നു, ഭരണപരമായും രാഷ്ട്രീയ സംഘടനാപരമായും തിരുത്തലുകൾ ആവശ്യമുണ്ട് എന്നാണ് പാർട്ടി സംസ്ഥാന നേതൃയോഗം കണ്ടത് എന്ന തീരുമാനത്തിൽ പറയുന്നുണ്ട്. ഭരണപരമായും രാഷ്ട്രീയ സംഘടനാപരമായും തിരുത്തലുകൾ ആവശ്യമുണ്ട്. പിന്നീട് നമ്മൾ കാണുന്നത് ഭരണപരമായ തിരുത്തലുകൾ എന്ന ആ ഒരു പ്രക്രിയ ചില കാര്യങ്ങളിൽ പുതിയ സമീപനം സ്വീകരിക്കുന്നുണ്ടല്ലോ LDF സർക്കാർ. ഈ പുതിയ ക്ഷേമ പദ്ധതികൾ,
DA കുടിശ്ശികയുടെ കാര്യത്തിലുള്ള നിലപാടുകൾ ഒക്കെയായിട്ട് ചില പുതിയ ഭരണ നവീകരണ പ്രവർത്തനങ്ങളിലേക്ക് പിണറായി സർക്കാർ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ പിണറായിയാണല്ലോ അതിന് നേതൃത്വം കൊടുക്കുന്നത്. മാറ്റങ്ങൾ കൊണ്ടുവരണം എന്ന് തീരുമാനിക്കുകയും നേതൃത്വം കൊടുക്കുകയും ചെയ്യുന്ന ആ ക്യാബിനറ്റിൻ്റെ തലവൻ അപ്പോഴും മുഖ്യമന്ത്രിയാണല്ലോ. അപ്പോൾ ആ തരത്തിലുള്ള നവീകരണം അല്ലെങ്കിൽ തിരുത്തലുകൾ ഭരണപരമായി അവിടെ നടപ്പാക്കപ്പെടുന്നുണ്ട്. അതേസമയം രാഷ്ട്രീയ സംഘടനാപരമായ തിരുത്തലുകൾ എന്ന് പറഞ്ഞ അടുത്ത ഭാഗത്തിന് അതിന് യാതൊരു പ്രാധാന്യവും കൊടുക്കാതെ പോയി എന്നുള്ളതാണ് പിന്നീട് കാണുന്ന അവസ്ഥ. അത് ചെറിയ കാര്യമല്ല അഭിലാഷേ, ഏറ്റവും പ്രധാനപ്പെട്ട നിർണായകമായ കാര്യം എന്ന് ഞാൻ പറയുന്ന ആ ഒരു പ്രശ്നമാണ്. രാഷ്ട്രീയ സംഘടനാപരമായ തിരുത്തൽ എന്ന് പറയുമ്പോൾ സ്റ്റേറ്റ് കമ്മിറ്റി മുതൽ താഴെ ബ്രാഞ്ച് കമ്മിറ്റികൾ വരെ ആ തിരുത്തലുകൾ വരേണ്ടതാണ്. പക്ഷേ പിന്നീട് എന്താണ് കാണുന്നത്? പിന്നീട് കാണുന്നത് ശബരിമല സ്വർണ്ണക്കവർച്ച കേസ് അടക്കമുള്ള കാര്യങ്ങളിൽ അതുണ്ട്. ഇപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന പാനലിസ്റ്റുകളിൽ പ്രത്യേകിച്ച് ജിൻഡോയെ പോലുള്ളവരൊക്കെ ഞാൻ കൂടെ പങ്കെടുത്ത ചില ചർച്ചകളിൽ ഒട്ടനവധി ചർച്ചകൾ പറഞ്ഞിട്ടുള്ള ഒരു പ്രധാന പ്രശ്നം, എന്തുകൊണ്ട് നിങ്ങൾ പത്മകുമാറിനെതിരെ നടപടി എടുക്കുന്നില്ല? ഞാൻ നിരായുധനായി പോകുന്ന ചോദ്യങ്ങളാണ് എപ്പോഴും അത്തരം കാര്യങ്ങൾ. നമുക്കൊക്കെ പറയാൻ കഴിയുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, പാർട്ടി സംസ്ഥാന സെക്രട്ടറി പറഞ്ഞിരിക്കുന്നു ചാർജ് ഷീറ്റ് വരട്ടെ എന്നിട്ട് നടപടി എടുക്കാം. ഈ മറുപടി പറഞ്ഞ് ഒഴിയുകയില്ലാതെ മറ്റു കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതടക്കമുള്ള കാര്യങ്ങളിലാണ് ഈ രാഷ്ട്രീയ സംഘടനാപരമായ തിരുത്തലുകൾ എന്ന ആ ഒരു ഭാഗം വരേണ്ടത്. അത് വരുന്നില്ല. അതിനുശേഷം പിന്നീട് ജി സുധാകരൻ പറയുന്ന പൊളിറ്റിക്കൽ ക്രിമിനലിസം എന്നുള്ള പ്രശ്നം വരുന്നു. അതിന് പിന്നാലെ വരുന്നത് എന്താണ്? കുഞ്ഞികൃഷ്ണൻ പറയുന്ന നെപ്പോട്ടിസം, ആ പ്രശ്നം വരുന്നു. ഇത്തരം കാര്യങ്ങളെല്ലാം അവിടെ വരുന്നുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾക്കൊക്കെ തിരുത്തൽ വരുത്തേണ്ട ഉത്തരവാദിത്വമുള്ളത് രാഷ്ട്രീയ സംഘടനാപരമായിട്ടാണ് എന്ന് രേഖയിൽ തന്നെ പറയുന്നുണ്ട്. സ്റ്റേറ്റ് കമ്മിറ്റിയുടെ അനാലിസിസിൽ തന്നെ പറയുന്നുണ്ട്, അത് തീരുമാനമായിട്ട് പറയുന്നുണ്ട്. അത് എത്രത്തോളം നടപ്പിലാക്കാനായി എന്നുള്ള പരിശോധന വരുന്നില്ല എന്നുള്ള ഭാഗത്ത് നിൽക്കുമ്പോൾ തന്നെ ഈ ഇലക്ഷൻ ജനങ്ങൾ പാർട്ടിയെ തിരുത്തി ആ തിരുത്തലിന് വിധേയപ്പെടുന്ന പാർട്ടി ഇനി എന്ത് ചെയ്യും എന്നുള്ളതാണ് പ്രധാനം.